ഹൈദരാബാദ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രത്തെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ശക്തരായ ലോക നേതാക്കൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. വാണിജ്യ, വ്യാപാര, പ്രതിരോധ മേഖലകളിൽ എങ്ങനെയൊക്കെയാണ് ഇനി ശക്തമായ ഉഭയകക്ഷി ബന്ധം തുടർന്നു പോകേണ്ടതെന്നത് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ചയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ നമുക്ക് നൽകേണ്ടതുണ്ട്. അതിലേക്കായി ശ്രീകാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ശ്രീകാന്ത് ഡൽഹിയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീകാന്ത്, ഇന്ന് ഊഷ്മളമായ ഒരു സ്വീകരണം രാഷ്ട്രപതി ഭവനിൽ വ്ളാദിമിർ പുടിന് ലഭിക്കുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി തന്നെ ഹൈദരാബാദ് ഹൗസിലേക്ക് ആനയിക്കുന്നു. അവിടെ വെച്ച് ഇപ്പോൾ നിർണായകമായ കൂടിക്കാഴ്ച. ഏതൊക്കെ മേഖലകൾ എത്രത്തോളം നിർണായകമാണ് ഈ കൂടിക്കാഴ്ച? ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഊഷ്മളമായ സ്വീകരണമാണ് പ്രസിഡന്റ് പുടിന് നൽകുകയുണ്ടായത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വീകരിച്ചു വ്ളാദിമിർ പുടിനെ. അതിനുശേഷം അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് രാജ്ഘട്ടിലേക്ക് വ്ളാദിമിർ പുടിൻ പോയി. അവിടെ മഹാത്മാഗാന്ധിയുടെ സ്മൃതി മന്ദിരത്തിൽ അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് ഹൈദരാബാദ് ഹൗസിലേക്ക് അദ്ദേഹം നീങ്ങുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വ്ളാദിമിർ പുടിനെ സ്വീകരിച്ചു. ഇപ്പോൾ നിലവിൽ വ്ളാദിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അവിടെ നിന്നും വരുന്നത് ഈ നിലവിൽ ഇപ്പോൾ നടക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഇന്ത്യ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ന്യൂട്രൽ സ്റ്റാൻഡിലല്ല, ഇന്ത്യ സമാധാനത്തിനൊപ്പമാണ് നിൽക്കുന്നത് എന്ന പ്രസിഡന്റ് പുടിനോട് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു. ഈ യുദ്ധം സമാധാനപരമായി അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും നിലവിലിപ്പോൾ നമുക്ക് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്നത്, ഡൽഹിയിൽ നിന്നും നൽകാൻ കഴിയുന്നത്. സമാധാനപരമായ ഒരു സെറ്റിൽമെൻറ്റ് ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകും എന്ന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. ലോക സമാധാനത്തിന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആദ്യ കാൽവയ്പ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിച്ച് പരാജയപ്പെട്ടിടത്താണ്, ട്രംപ് അടക്കമുള്ള ആളുകൾ ശ്രമിച്ച് പരാജയപ്പെട്ടിടത്താണ് സമാധാനത്തിൻ്റെ സന്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യ ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കില്ല, ഇന്ത്യ സമാധാനത്തിനൊപ്പമാണ്, യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്ന പ്രധാനമന്ത്രി ആവശ്യം മുന്നോട്ട് വെച്ചു. വ്ളാദിമിർ പുടിൻ അതിന് ഒത്ത മറുപടിയാണ് നൽകിയത്. അദ്ദേഹം പറഞ്ഞത് സമാധാനപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ, യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം മറുപടിയും കൊടുത്തിരിക്കുന്നു. അതായത് ഇന്ത്യ റഷ്യ ഉച്ചകോടി, 23ാമത് ഉച്ചകോടി ലോക സമാധാനത്തിന് വേണ്ടി കൂടിയുള്ളതായി മാറുന്നു. ഒരു യുദ്ധം, വളരെയധികം ജീവനുകൾ നഷ്ടപ്പെട്ട, വലിയ നാശനഷ്ടങ്ങളുണ്ടായ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ടാണ് ഈ ഉച്ചകോടി ആരംഭിക്കുന്നത് തന്നെ. അതായത് ലോകത്തിനൊരു സന്ദേശം നൽകുകയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പരിഹാരമില്ലാത്ത പ്രശ്നം എന്ന രീതിയിൽ നീണ്ടുപോയിരുന്ന യുക്രൈൻ റഷ്യൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. യെസ്, ശ്രീകാന്താണ് വളരെ വിശദാംശങ്ങൾ കൃത്യമായി തന്നെ നൽകിയത്. ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ ഇതിലേറ്റവും പ്രധാനം ഈ കൂടിക്കാഴ്ച നടക്കുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഭാരതത്തെ. ഡൽഹിയിലേക്കാണ് എല്ലാ കണ്ണുകളും ഉള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അത് തന്നെയാണ്. നിർണായകമായി തന്നെ ഈ രണ്ട് ശക്തികൾ ഒന്നിക്കുമ്പോൾ അത് മാറുന്ന ലോകക്രമത്തിൽ വളരെയധികം നിർണായകമായി തന്നെ ഒരു ടേണിംഗ് പോയിന്റ് കൂടിയാണ്. സ്വാഭാവികമായിട്ടും റഷ്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇരു രാജ്യങ്ങളും ശക്തരായ വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ സുരക്ഷയുടെ കാര്യത്തിലായാലും വാണിജ്യത്തിൻ്റെ കാര്യത്തിലായാലും വ്യാപാരത്തിൻ്റെ കാര്യത്തിലായാലും അതിശക്തമായ പങ്കാളിത്തമാണ് ഇരു രാജ്യങ്ങളും വഹിക്കുന്നത്. അത്രത്തോളം വിശ്വസിച്ചാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ പ്രേക്ഷകർ കണ്ടതാണ് പ്രധാനമന്ത്രി നേരിട്ട് പാലാ വിമാനത്താവളത്തിൽ പുടിനെ സ്വീകരിക്കാൻ എത്തിയത്. അതിനുശേഷം ഇരുവരും ചേർന്ന് ടൊയോട്ട ഫോർച്യൂണിയർ കാറിൽ ഒരുമിച്ച് 7 ലോ കല്യാൺ മാർഗിലേക്ക് സഞ്ചരിച്ചത്. എന്തായാലും മാറുന്ന ലോകക്രമത്തിൽ ഒരുപാട് പേർ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ വരാനുണ്ട്. ആ സംയുക്ത പ്രസ്താവനയാണ് ഇനി കാത്തിരിക്കേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തത്സമയം ജനം TV-യിൽ അത് കാണാൻ സാധിക്കുകയും ചെയ്യും.